ശ്രീനിയേട്ടൻ്റെ വേർപാടെന്ന് പറയുന്നത് മലയാള സിനിമയ്ക്കായിരിക്കില്ല നഷ്ടം, മലയാളികളുടെ നഷ്ടമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. 48 വർഷമായിട്ട് അദ്ദേഹം സിനിമയിൽ മാത്രമല്ല മലയാളികളുടെ ചുറ്റും ഉണ്ടായിരുന്നു, മലയാളികളുടെ കൂടെ ഉണ്ടായിരുന്നു, മലയാളികളുടെ ഒരാളായിരുന്നു. അപ്പോൾ ആ ശ്രീനിവാസൻ എപ്പോഴും സിനിമകളിലൂടെയും ഒക്കെ നമ്മുടെ ചുറ്റും ഉണ്ടാവും. എങ്കിലും ശ്രീനേട്ടനെ മിസ് ചെയ്യും. അത് നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. ഒരുപാട് നാളായിട്ട് അദ്ദേഹത്തിന് പൊതുവേദികളിൽ കാണുന്ന സമയത്തുമൊക്കെ നമുക്ക് ഒരുപാട് വിഷമം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അസുഖം അദ്ദേഹത്തിന് എത്രത്തോളം വയ്യാതാക്കിയെന്ന് നമ്മൾ കണ്ടതാണ്. എങ്കിലും അദ്ദേഹം വളരെ ശക്തമായി തിരിച്ചു വരുമെന്നും നമ്മളെയൊക്കെ ഇനിയും ഒരുപാട് ചിരിപ്പിക്കും, ചിന്തിപ്പിക്കും എന്നൊക്കെ നമ്മൾ ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ അതിനി പുതിയതായിട്ടൊന്നും ഉണ്ടാവില്ല. അദ്ദേഹം എന്താണോ നമുക്കൊക്കെ കാണിച്ചു തന്നത്, എന്തൊക്കെയാണോ നമുക്ക് വേണ്ടി ചെയ്തിരുന്നത്, അതെല്ലാം ഇവിടെ ഉണ്ടാവും ഇനി ഒരുപാട് നാൾ, നമ്മൾ സിനിമയൊക്കെ ഉള്ളിടത്തോളം കാലം. ഈ ഒരുമിച്ച് അഭിനയിച്ച സിനിമകളുണ്ടല്ലോ, പ്രത്യേകിച്ചും ട്രാഫിക് പോലുള്ള സിനിമകളൊക്കെ ഉണ്ടായിരുന്ന ആളുകൾ എപ്പോഴും ഓർത്തിരിക്കുന്നത് എങ്ങനെയായിരുന്നു? അങ്ങനെ കൂടെ അഭിനയിച്ച സമയത്തുള്ളൊരു അനുഭവങ്ങളൊക്കെ? കൂടെ അഭിനയിക്കുന്ന ശ്രീനേട്ടൻ സ്ക്രീനിൽ കാണുന്ന ശ്രീനേട്ടനെ പോലെ തന്നെയാണ്. അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും, അതിപ്പം കളിയാക്കുന്നതാണെങ്കിലും ചീത്ത പറയുന്നതാണെങ്കിലും ദേഷ്യപ്പെടുന്നതാണെങ്കിലും ഒക്കെ അദ്ദേഹത്തിൻ്റെതായ ഒരു രീതി ഉണ്ടാവും. അത് ചിലപ്പോൾ നമുക്ക് മനസ്സിലാവുക പോലും ഇല്ല. പക്ഷെ അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ചത് കൃത്യമായി പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ അഭിനയിക്കുന്ന സമയത്ത് ഒരു അത്ഭുതമാണ് ശരിക്കും. ശ്രീനേട്ടനെ ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ അല്ലെങ്കിൽ പറ്റില്ല എന്ന് നമുക്ക് ഒരു ക്യാരക്ടർ വിശ്വസിക്കാൻ പറ്റില്ല. അത്രയും ബിലീവബിൾ ആയിട്ടാണ് ശ്രീനേട്ടൻ ക്യാരക്ടേഴ്സ് ചെയ്യുന്നത്. അദ്ദേഹത്തിന് ഹ്യൂമർ ആണെങ്കിലും ഇപ്പം ലാൽ സാറുമായിട്ടുള്ള ഒരുപാട് കോമ്പിനേഷൻസ് നമുക്ക് നമ്മുടെ എവറിഡേ ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അതെല്ലാം ഭയങ്കര അദ്ദേഹം ഒരുപാട് ദീർഘവീക്ഷണത്തോടെ അന്ന് പറഞ്ഞ ഡയലോഗ്സ് ആണെന്ന് നമ്മുടെ ലൈഫ് എക്സ്പീരിയൻസിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്തായാലും നിങ്ങൾക്കൊക്കെ ശ്രീനിവാസൻ എന്നൊരു പാഠം വ്യക്തിപരമായ ആസിഫലിയുടെ അടുപ്പം? ഞാൻ ട്രാഫിക്കാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ആദ്യമായിട്ട് അഭിനയിക്കുന്ന ഒരു സിനിമ. ആ സിനിമയുടെ ഷൂട്ട് തുടങ്ങിയ ഫസ്റ്റ് ഡേ മുതൽ അദ്ദേഹമായിട്ട് വളരെ നല്ലൊരു ബന്ധമുണ്ട്. വളരെ വളരെ പേഴ്സണൽ ആയിട്ടുള്ളൊരു സ്പേസിലേക്ക് കോൺവെർസേഷൻസ് കൊണ്ടുപോകാനും സംസാരിക്കാനും ഒക്കെ അദ്ദേഹം എന്താ പറയുക, ഒരു ഫ്രീഡം തന്നിട്ടുണ്ട് എല്ലാവരോടും. അത് എന്നോട് മാത്രമല്ല, ഇപ്പം എൻ്റെ സിനിമയിൽ അദ്ദേഹത്തിനോട് അഭിനയിച്ചിട്ടുള്ള അല്ലെ അദ്ദേഹത്തിന് അറിയാവുന്ന ആരോട് ചോദിച്ചാലും അദ്ദേഹത്തിന് അങ്ങനെ വലിപ്പച്ചെറുപ്പ് വ്യത്യാസങ്ങളൊന്നും ഇല്ലായിരുന്നു. എപ്പോഴും അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായി പറയും. അപ്പോൾ അതിൽ കുറെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റി എന്നുള്ളത് ഇപ്പം ധ്യാൻ്റെയും വിനീതിൻ്റെയും സുഹൃത്ത് എന്ന നിലയിലാണെങ്കിലും ആ വീട്ടിൽ പോകുന്ന സമയത്താണെങ്കിലും ഒക്കെ അങ്ങനെ കുറെ കൂടെ അടുപ്പം സിനിമയേക്കാൾ അല്ലെങ്കിൽ ഒരു നടൻ ഒരു സീനിയറിനോട് കാണിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്നേഹം കാണിച്ചിട്ടുണ്ട്. അത് തിരിച്ചു കിട്ടിയിട്ടുണ്ട്. താങ്ക് യു.